അങ്ങനെ ഇന്ന് ഞങ്ങളുടെ വീട്ടില് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറും ഉണ്ടാക്കാന്ന് വിചാരിച്ചേ. സൗണ്ട് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? യെസ് ഗൈസ്, എനിക്ക് പിന്നെ പനി പിടിച്ചു. എന്താണെന്ന് അറിയില്ല കേട്ടോ. എനിക്കിങ്ങനെ പനി മാറും, പനി വരും, പനി മാറും, പനി അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറാത്തൊരവസ്ഥയാണ് ഇപ്പൊ എനിക്കുള്ളത്. എനിക്ക് ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടാട്ടാ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ ഞങ്ങൾ ദോശയും സാമ്പാറും ആക്കിയത് കേട്ടോ. എന്റെ വീട്ടിലൊക്കെ ദോശ ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസം ഉഴുന്നും പച്ചരിയൊക്കെ അടിച്ചാട്ടി വെക്കണം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, നമുക്ക് സുഖമായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ കടയിൽ നിന്ന്. എനിക്ക് ചായ ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ചായ തിളപ്പിക്കാൻ വെച്ചേ. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ചായ കൂടി ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കണം കേട്ടോ. കാരണം വിനു ചായ കുടിക്കില്ല, ചായ കുടിക്കുന്നത് ഞാൻ മാത്രമാണ് കേട്ടോ. അങ്ങനെ കമ്പനി ഇല്ലാതെ എന്റെ ചായ കൂടി തന്നെ നിൽക്കുമോ എന്നുള്ള സംശയത്തിലാട്ടോ ഞാനിപ്പോ. കഴിക്കാൻ വേണ്ടി ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചപ്പോഴത്തേനും വിനു അത് എടുത്തിട്ട് നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട് എന്റെ അടുത്തേക്ക്. വിനുവിന് ഇതേപോലെ അടുക്കളയിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കണതാട്ടോ കൂടുതൽ ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ താഴെ ഇരുന്ന് കഴിക്കണം, അതൊക്കെയാണ് കേട്ടോ അവന്റെ ഇഷ്ടങ്ങൾ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അടുക്കളയിൽ ഇരുന്നിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പൊ അത്രയുള്ള ഗൈസ്, ടാറ്റാ ബൈ ബൈ, സീ യു.